വട്ടിയൂർക്കാവ് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാജേന്ദ്രൻ 3 കൊലപാതകം നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് വിനീതയെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് പ്രതി യാതൊരു രീതിയിലുള്ള മനസ്താപവും പ്രകടിപ്പിച്ചില്ല. അപ്പോൾ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നു. വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു. അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നു. 2022 മെയ് 6 ഈ കൊലപാതകം നടന്നത്. തലസ്ഥാന നഗരത്തെ തന്നെ ഞെട്ടിക്കുന്നു. അതൊരു ലോക്ക്ഡൌൺ സമയമാണ്. ആ സമയത്തായിരുന്നു പ്രതി സ്വർണ്ണമാലയ്ക്ക് വേണ്ടി വിനീതയെ കഴുത്തറത്ത് കൊന്നതിന് ശേഷം രക്ഷപ്പെട്ടത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലും ശാസ്ത്രീയമായ അന്വേഷണ രീതികളിലുമാണ് ഈ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. വിവരങ്ങളുമായി അനന്തൻ ചേരുന്നുണ്ട് കോടതിയിൽ നിന്ന്. അനന്തൻ, പ്രതീക്ഷിച്ചതാണ് ഈ കൊലപാതക കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ ലഭിക്കുമെന്ന്. കോടതി എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിക്ക് തൂക്കുകയർ വിധിക്കുന്നത്? ഏറ്റവും സുപ്രധാനമായ വിധിയാണ് അമ്പലമുക്ക് വിനീത കൊലക്കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. ഏക പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രസൂൻ മോഹനാണ് ഈ സുപ്രധാനമായ വിധി പ്രഖ്യാപനം അല്പസമയം മുമ്പ് വഞ്ചൂർ കോടതിയിൽ നടത്തിയത്. അമ്പലമുക്കിൽ ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനുശേഷം വധശിക്ഷ നൽകാറുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി അന്ന് തന്നെ കടന്നിരുന്നു. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അടക്കം 7 റിപ്പോർട്ടുകൾ കോടതി പരിഗണിച്ചു. മാനസിക നില അടക്കം കോടതി പരിശോധിച്ചു. അതിനുശേഷം വിശദമായ വാദം പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും കേട്ട ശേഷമാണ് വധശിക്ഷ എന്ന സുപ്രധാനമായ വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള വാദമാണ് ശിക്ഷാവിധിയിലുള്ള വാദത്തിൽ മുന്നോട്ട് വെച്ചത്. അതിന് കാരണം ഈ വിനീതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പ്രതി 3 കൊലപാതകം തമിഴ്നാട്ടിലെ ആറുവാൾ മൊഴിയിൽ നടത്തിയിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളുമാണ് രാജേന്ദ്രന്റെ കൊലക്കത്തിക്ക് അന്ന് ഇരയായത്. ആ കേസിൽ ചാർജ് ഷീറ്റ് നൽകാൻ വൈകിയത് കൊണ്ടാണ് പ്രതിക്ക് അന്ന് ജാമ്യം ലഭിക്കുകയും പ്രതി തിരുവനന്തപുരത്തേക്ക് ഒളിച്ചു കടക്കുകയും ചെയ്തത്. അതിനുശേഷം 2022 ഫെബ്രുവരി 6 ഒരു ഞായറാഴ്ച ലോക്ക്ഡൌൺ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് വിജനമായ നിരത്തിലൂടെ നടന്നു നീങ്ങിയ രാജേന്ദ്രൻ അമ്പലമുക്കിലെ ചെടിക്കടയിലെത്തി. അവിടെ ഒറ്റയ്ക്ക് ആയിരുന്ന വിനീതയെ 4.5 പവൻ സ്വർണ്ണമാല കവരുന്നതിന് വേണ്ടി കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. അത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ 3 കൊലപാതകം നേരത്തെ നടത്തിയ 4ാമതൊരു കൊലപാതകം നടത്തിയ പ്രതിക്ക് ഒരു കാരണവശാലും മാനസാന്തരം സംഭവിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് എം സലാഹുദ്ദീനാണ്. അഡ്വക്കേറ്റ് എം സലാഹുദ്ദീന്റെ വാദങ്ങൾ ശക്തമായിരുന്നു. മാത്രമല്ല ഈ കേസിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ദൃക്സാക്ഷികളില്ലായിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത്. മാത്രമല്ല പ്രതി അപകടകാരിയാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഈ അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ആ പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും നിർണായകമായത് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രക്തക്കറയാണ്. പ്രതി അതിവിദഗ്ധമായി ഒക്കെ കൊലപാതകം നടത്തിയെങ്കിലും പ്രതിയുടെ ആ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മുറിയുകയും അതിൽ ഒരു തുള്ളി രക്തം ആ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ പടരുകയും ചെയ്തിരുന്നു. ആ ഒരു തുള്ളി രക്തത്തിൽ നിന്നാണ് പ്രതിയിൽ അവിടെ എത്തിയിരുന്നു പ്രതിയാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത്.